അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ നെതറിൽ പോയി ലാസ്റ്റ് ചത്തു. അപ്പോൾ ഞാൻ ആ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആക്കി. 1.17 ഇത് 1.18 നമ്മൾ ഡൗൺലോഡാക്കി. ഇതിനൊരു പുതിയ വേർഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. കളിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് സൗണ്ടൊക്കെ കുറക്കണം. ഞാൻ സൗണ്ടാണ് കുറക്കട്ടെ. ഓക്കെ, ഈ ഒരു സൗണ്ട് മതിയാവും. നമുക്ക് കൺട്രോൾ ക്ലാസിക് ഓക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. വേൾഡിന് നല്ലൊരു പേര് കമൻറ്റ് ചെയ്യും. ഞാനിപ്പോൾ പേരിടുന്നില്ല. സീഡ് ഇതാ പഴയ സീഡ് തന്നെ. പഴയ സീഡ് ഇപ്പം എന്തായാലും ഒരു മിനിറ്റ് ഞാൻ വരാം. സീഡ് കോപ്പി ചെയ്യാൻ മറന്നു. അത് പോയി കോപ്പി ചെയ്തിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ സീഡ് കോപ്പി ചെയ്തു. ഇത് അതിലടിച്ചു കൊടുക്കട്ടെ. വർക്കാവുമെന്ന് അറിയില്ല. പഴയ സീഡ് കിട്ടുമെന്നറിയില്ല. പഴയ സീഡ് അത്യാവശ്യം റയർ സീഡാണ്. നോർമൽ മതി. പിന്നെ മാപ്പ് ബോണസ് ചെസ്റ്റ് വേണ്ട. ഗെയിമിലോട്ട് ലോഡാവുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെറുതായിട്ട് പോസ് ചെയ്ത് വെക്കാണ്. ബോറാവും അല്ലെങ്കിൽ. ഞാൻ അതിങ്ങനെ ഫുള്ള് വീഡിയോയിലാക്കുമ്പോഴത്തേന് കുറേ ടൈമും പിടിക്കും. വേൾഡ് ഇവിടെ ലോഡായി. പക്ഷേ നമ്മളെ ചതിച്ചു. പഴയ സീഡല്ല കേസ്. പഴയ സീഡല്ല. പക്ഷേ നമ്മളിനി ഈ ഒരു വേൾഡ് സർവൈവ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് നമുക്ക് ഒരു വുഡ് വേണം. വുഡ് നമ്മളെ ഈ കൺട്രോൾ ഉണ്ട്. ഈ ബട്ടൻ്റെ സൈസ് കുറച്ച് കൂട്ടട്ടെ. ടച്ച് ബട്ടൺ സൈസ് ഒരു 75 മതിയാവും. കോർഡിനേറ്റ് വരുന്നത് വേൾഡ് തുടങ്ങുന്ന ഇവിടെ 0 ഏതാ പവർ? അവിടുത്തെ ഒരു വുഡ്. ഇപ്പം നമ്മൾ ഗെയിമിൻ്റെ ചെറുതായിട്ടൊരു ബേസിക്കൽ മാത്രമൊക്കെ ചെയ്യുന്നുണ്ട്. ണ്ട് അത്യാവശ്യം റണ്ണർ രജിസ്റ്ററൊന്നുമില്ല. കഴിഞ്ഞിട്ട് നമുക്ക് 16 ചങ്കൊക്കെ കിട്ടും. റോയിൻ്റെ പോർട്ടൽ. ഇപ്പം നമുക്ക് 10 ചങ്ക് മാത്രമേ കിട്ടുള്ളൂ. അത്യാവശ്യം ലോങ്ങൊക്കെ കാണൂല. പക്ഷേ ഒന്നും കൂടി അടിപൊളി ഇതാണ്. മലകളൊക്കെ കണ്ടോ? മറ്റിനകത്ത് മലകളൊന്നും അധികമില്ല. പിന്നെ മൈൻഡ് ചെയ്യാൻ നേരത്ത് 100 0 ആയിക്കഴിഞ്ഞാൽ വലിയ ഹൈറ്റൊന്നുമില്ല. മൈനസൊന്നുമില്ല. നോർമലി 0 ആയിക്കഴിഞ്ഞാൽ അവസാനിച്ചു ബെഡ് റോക്ക്. ഇതിനകത്ത് -60 വരെയൊക്കെ പോകും. നല്ലൊരു മല. പെട്ടെന്ന് കുറച്ച് വുഡ് ക്രാഫ്റ്റ് ചെയ്യണം. നൈറ്റ് ആകുമ്പോഴത്തേന് നമുക്ക് ഒരാടിനെ കൊല്ലണം. ആടിനെ കൊന്ന് വൂള്
ഒരു 3 വൂള് കളക്ട് ചെയ്യണം. അപ്പോൾ ആ പരിപാടിയിലേക്ക് നേരെ പോകാം. ഫസ്റ്റ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ക്രാഫ്റ്റിംഗ് ടേബിൾ, സ്റ്റിക്ക്, പിക്കാക്സ്. ഇത് കല്ല് മൊത്തം കളക്ട് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കല്ല് മൊത്തം പിക്കാക്സ് പൊട്ടോളം നമ്മൾ മൈൻ ചെയ്തു. ഇത് വെച്ച് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. സ്റ്റോൺ സോഡ്, സ്റ്റോൺ ആക്സ്, ഷോവൽ, പിക്കാക്സ്. ഫസ്റ്റ് ആട്. ഇതിലും പോലത്തെ അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഒരു ഫസ്റ്റ് കടക്ക സെറ്റാക്കണം. രാത്രിയായ സോംബി വരും. രണ്ടാടിന് ആട് സ്പോണായി. വേഗം പോയെടുക്കട്ടെ, എന്നാൽ പിന്നെ നൈറ്റായ പേടിയില്ല. ലാവ ഉണ്ട് ഇവിടെ, ലാവ. ഗോൾഡ് ഇൻഗറ്റ്, ഗോൾഡ് വെച്ച് മൈൻ ചെയ്താൽ കിട്ടുമോ അറിയത്തില്ലല്ലോ. നമുക്ക് ആടാളൊക്കെ കൊന്നെടുക്കാം. ഫുഡില്ല, രാത്രിയാവാൻ പോകണം. ഒന്നാമത് എൻ്റെ ഹങ്കർ ബാർ പറയുന്നു. വലിയ കേവുകളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് തോന്നുന്നു. 1.18 കരിമ്പ് നമുക്ക് ഇതേപോലെ നട്ടക്കാം. കരിമ്പ് ഇവിടുന്ന് മാറ്റണോ? ഫുഡ് പരമാവധി എല്ലാത്തിനെയും നമുക്കങ്ങ് തീർക്കാം. നമ്മൾ ഗെയിം എൻജോയ് ചെയ്ത് കളിക്കണം, മടുക്കരുത് ഗെയിം. പരമാവധി എൻജോയ് ചെയ്ത് തന്നെ കളിക്കണം.
റണ്ണർ ഇട്ട് കഴിഞ്ഞാൽ ലാഗ് അടിക്കും കരുതിയിട്ടാണ് ഞാൻ റണ്ണർ ഡിസ്റ്റർ കൂട്ടാത്തത്. കൂട്ടി വെക്കാം. ഹങ്കർ ബാർ പറ്റ തീർന്നു. നൈറ്റ് ആകാൻ പോവാണ്. ക്രാഫ്റ്റിംഗ് ടേബിൾ. ബെഡ്. ഓക്കെ, അപ്പം നമുക്ക് സെറ്റായി കേട്ടോ. ബെഡ് സെറ്റായി. ഫുഡ് ഇനി കുറച്ച് കോളും ഫർണീസറിൽ വെച്ച് ചൂടാക്കിയെടുക്കണം. കുക്ക് ചെയ്തെടുക്കണം ഇനി ഫുഡ്. നമുക്ക് ബെഡ് പടാക്കാം. നമ്മൾ ഈ ഒരു വേൾഡ് തുടങ്ങിയിട്ട് ഫസ്റ്റായിട്ട് ഉറങ്ങി. ഡേ 2 ആയി ഗൈസ്. ഫുഡ് കഴിക്കാം. കൂട്ടി വെക്കാം നമുക്ക്. പിന്നെ വേൾഡിന് നല്ലൊരു പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ നമുക്ക് നല്ലൊരു ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കളിക്കാമെന്ന് വെച്ചാൽ. നല്ലൊരു ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി കളിക്കാമായിരുന്നു. നല്ല കമ്പ്യൂട്ടറിലൊക്കെ നല്ല ചങ്ക് റണ്ണർ ഡിസ്റ്ററൊക്കെ അതിൽ അത്യാവശ്യം കിട്ടും. ഇത് ഈ മൊബൈൽ കണ്ടോ, ഒന്നുമില്ല, ലാഗും. കിടിലം പോലത്തെ കേവ് ഉണ്ടായിരുന്നു ഇവിടെ. വേൾഡിൻ്റെ സീഡ് ആ സീഡ് തന്നെയാണല്ലോ ഗൈസ്. പക്ഷെ ആ സീഡ് തന്നെയാണ്, പക്ഷെ ഇത് വന്നത് വേറെ. അതിൽ വേറെ ചിലപ്പോൾ വേർഷൻ്റെ പ്രശ്നമായിരിക്കും. കുഴപ്പമില്ല, കിട്ടിയ സീഡ് വെച്ചൊന്ന് കളിക്കുന്നു. ലാക്കിൻ്റെ റണ്ണർ ഇട്ടോണ്ട് പരമാവധി നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് എവിടേക്കും പോകണില്ല ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യാൻ. നല്ല ചുറ്റിപ്പാടി ഫുഡും അത്യാവശ്യത്തിനായി. നമുക്ക് ആ ഒരു ഏരിയയിലോട്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡുണ്ടായിരുന്നു. പരമാവധി എല്ലാത്തിനും കൊന്നെടുക്കാം. കൈതട്ടി മാറി തിക്കാണ് അതിനകത്ത് പോയി. ഈ റണ്ണർ ഡിസ്റ്റർ ഇല്ലാതെ കളിക്കാൻ തന്നെ ഒരു രസമല്ല. കുറച്ച് ദൂരത്ത് കാണാതെ. അപ്പം നമ്മളെ ഏരിയയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല ഈ റണ്ണർ ഇല്ലാത്തതുകൊണ്ട്. നമുക്കാകാണ് ഇത്ര ഏരിയ. മാക്സിമം ചങ്ക്, മാക്സിമം റണ്ണറിലിട്ടിട്ട് കളിക്കാനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ മൊബൈലിൻ്റെ വേർഷനോടെ എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 11 എന്നൊക്കെ എഴുതി. വിവോ 1906 ആൻഡ്രോയിഡ്. ഇങ്ങോട്ടൊരു ഫോറസ്റ്റാണ്.
ബയോമ് ഫോറസ്റ്റ് അല്ല, മരങ്ങളും ഫോറസ്റ്റ്. ഷുഗർ, കുറച്ച് കരിമ്പുണ്ട്, ഇതൊക്കെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാം. അത്യാവശ്യം കിടിലം. ബെഡ് നമ്മൾ അവിടെ വെച്ചിരിക്കണം, നമുക്ക് അവിടെ പോയി എടുക്കണം. കുറച്ച് വുഡ് ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ എനിക്കാണെങ്കിൽ അത്യാവശ്യം ഡിസൈനൊന്നും അറിയില്ല ഈ വീടുണ്ടാക്കുന്നതിലും. ഒരു ഡിസൈൻ, ഒരു രസമൊന്നും ഉണ്ടാവില്ല വീട്. ഒരു പെട്ടിപ്പര, ഞാൻ ഉണ്ടാക്കുന്ന പേരൊക്കെ അങ്ങനെ ഒരു പെട്ടിപ്പരായിട്ടൊക്കെ വരിക. ഒരു പെട്ടിപ്പരക്ക് 2 വാതിലും വെച്ച് നമ്മൾ പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കി ചെയ്യണം. നമുക്കിത് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു മല എക്സ്പ്ലോർ ചെയ്യാം. കാരണം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ ആ ഒരു വീഡിയോ നെതർ പോയി ചത്തിനാൽ ഞാൻ ആ ഗെയിം തന്നെ ഡിലീറ്റ് ആക്കി. ഞാൻ എത്ര പ്രാവശ്യം പോകുന്നത് ചാവും. പിന്നെ ഗെയിമിനകത്ത് കുറേ ബഗ്ഗും ഗ്ലിച്ചൊക്കെ ഉണ്ടായിരുന്നു. നെതറിൽ നിന്ന് പോയിട്ട് നാട്ടിലേക്ക് എത്തണില്ല, നെതർ തന്നെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതാ നമ്മുടെ ഇന്നത്തെ ഒരു ബേസിക്കലി കുറച്ച് ഫുഡും കുറച്ച് വുഡും ക്രാഫ്റ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു കൃഷിയൊക്കെ തുടങ്ങണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളിവിടെ ചെറിയൊരു കൃഷിയൊക്കെ സെറ്റാക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇത് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ നമുക്കത് ആ മലയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് മൈൻ ചെയ്യാനൊരു ദിവസം ഇറങ്ങണം. അത് നമുക്കൊരു വീഡിയോയിൽ സെറ്റാക്കാം മൈൻ ചെയ്യണേ. പിന്നെ ലെങ്ത്ത് കൂടാൻ പാടില്ല, കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, 3 GB റാമുള്ളൂ. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.